കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണാഭരണം അപ്രത്യക്ഷമായി. 2025 ഏപ്രിൽ മാസത്തിൽ പ്രജിത്താണ് 1,60,000 രൂപയ്ക്ക് 4.5 പവൻ സ്വർണം പണയം വച്ചത്. 3 പവൻ വരുന്ന ചെയിനും 3/4 പവൻ വരുന്ന 2 വളകളുമാണ് പണയം വച്ചത്. 2025 സെപ്റ്റംബർ 29-ന് ബാങ്കിലെത്തി പലിശയടക്കം 1,66,000 രൂപ അടച്ചു. എന്നാൽ സ്വർണ്ണാഭരണം ലഭിച്ചില്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെ ബാങ്കിൽ നിന്നെങ്കിലും ആഭരണം കാണാനില്ലെന്നാണ് ബാങ്കിന്റെ നടത്തിപ്പുകാർ പറഞ്ഞത്. വിഷയമറിഞ്ഞ് ബിജെപി ശ്രീകൃഷ്ണപുരം മണ്ഡലം നേതാക്കളും ബാങ്കിൽ എത്തിച്ചേർന്നു. തുടർന്ന് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്തു. പ്രജിത്തിന്റെ വിഷയം പരിഹരിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് ബിജെപിയുടെ നേതാക്കളും വാശി പിടിച്ചതോടെ കടമ്പഴിപ്പുറത്തുള്ള മഞ്ഞളി ജ്വല്ലറിയിൽ നിന്നും 4.5 പവന്റെ പുതിയ സ്വർണം ബാങ്ക് ജീവനക്കാർ വാങ്ങി നൽകിയതോടെയാണ് പ്രശ്നം അവസാനിച്ചത്. സിപിഐഎം ഭരിക്കുന്ന ബാങ്കിന്റെ പേരിലുണ്ടാവുന്ന ആദ്യ പരാതിയല്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിനു മുൻപും വായ്പ തിരിച്ചടച്ചിട്ടും വീടിന്റെ ആധാരം തിരിച്ചു നൽകുവാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും പരാതിയുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും എടുത്ത വായ്പ തന്ത്രപൂർവ്വം തട്ടിയെടുത്ത ചീഫ് അക്കൌണ്ടന്റും സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ രാമകൃഷ്ണനും നിയമക്കുരുക്കിലാണ്. പല തട്ടിപ്പുകളും ബാങ്കിൽ നടന്നതായും പരാതിയുണ്ട്. ആദ്യം ഒരു ഞെട്ടലുണ്ടായെങ്കിലും പണയം വെച്ച സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് പ്രജിത്ത്. ഞാൻ സഹകരണ ബാങ്കില് ഏപ്രിൽ മാസത്തില് 36 ഗ്രാം സ്വർണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് എടുക്കാൻ വേണ്ടി ചെന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ചെന്നത്. 1,60,000 വെച്ചത്. അത് 1,66,000. അത് അടച്ച് കഴിഞ്ഞിട്ട് 6:30 മണി വരെയും അത് സ്വർണം എടുത്തുന്നില്ല. അപ്പോൾ അവിടെ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ ഒരു മഞ്ഞളി ജ്വല്ലറിയിൽ നിന്ന് 36 ഗ്രാം സ്വർണം മേടിച്ചു തന്നു. എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അവരോട് പറഞ്ഞ് അവർ എന്നോട് സഹകരിച്ച് ഇവിടെ വന്ന് പറഞ്ഞ് എനിക്ക് ആ സ്വർണം മേടിച്ചു തന്നു. സച്ചിദാനന്ദൻ അടക്കമുള്ള ബിജെപി നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രജിത്തിന് ആഭരണങ്ങൾ തിരിച്ചു കിട്ടിയത്.